ഇനി കണ്ണൂരിലേക്ക് പോയാൽ അവിടെ കോർപ്പറേഷൻ മേയറെ സംബന്ധിച്ച കാര്യത്തിൽ കോൺഗ്രസിൽ ഇതുവരെ തീരുമാനം എടുത്തിട്ടില്ല. തുടക്കം മുതൽ ഉയർന്നു കേട്ടിരുന്ന പേര് അഡ്വക്കേറ്റ് പി ഇന്ദിരയുടേതായിരുന്നു. ഇപ്പോൾ ഇന്ദിരയ്ക്ക് പകരം മഹിളാ കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ശ്രീജ മഠത്തിലിനെ പരിഗണിക്കണമെന്ന് നേതാക്കളിൽ ചിലർക്ക് അഭിപ്രായമുണ്ട്. ആ നിലപാടാണ് ഇത്തരത്തിൽ തീരുമാനം വൈകുന്നതിന് കാരണമായി പറയുന്നത്. വിജീഷ് ഗോവിന്ദൻ വിവരങ്ങൾ നൽകും കണ്ണൂരിൽ നിന്ന്. വിജീഷ്, കണ്ണൂരിൽ മേയർ സ്ഥാനാർത്ഥി ആരായിരിക്കും എന്ന് തന്നെയാണ് ഇപ്പോൾ അറിയേണ്ടത്. ഈ പറഞ്ഞതുപോലെ ഇന്ദിരയുടെ പേര് തന്നെയാണ് തുടക്കം മുതൽ ഉയർന്നു കേട്ടിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ഒരു തർക്കം വരാൻ കാരണം എന്താണ്? ഇനി ഇത് എങ്ങനെ പരിഹരിക്കാമെന്നാണ് ഉദ്ദേശിക്കുന്നത്? ഇതിനകത്ത് അമൃത കഴിഞ്ഞ തവണത്തേതിനേക്കാൾ 2 സീറ്റ് കൂടുതൽ നേടിക്കൊണ്ടാണ് ഇത്തവണ UDF കണ്ണൂർ കോർപ്പറേഷനിൽ അധികാരം നിലനിർത്തിയിരിക്കുന്നത്. പക്ഷേ ഇതുവരെ ആയിട്ട് അവർക്ക് മേയർ ആരാണെന്നുള്ള കാര്യത്തിനകത്തൊരു തീരുമാനത്തിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ അഡ്വക്കേറ്റ് പി ഇന്ദിരയുടെ പേരാണ് ആദ്യഘട്ടം മുതൽ, സ്ഥാനാർത്ഥി നിർണയ ഘട്ടം മുതൽ ഉണ്ടായിരുന്നത്. അത് അങ്ങനെ ഇന്ദിരയ്ക്ക് കിഴുന്ന എന്ന് പറയുന്ന ഡിവിഷനിലാണ് ആദ്യം സീറ്റ് പാർട്ടി നേതൃത്വം അനുവദിച്ചുകൊണ്ട് തീരുമാനമായത്. പക്ഷെ അന്ന് കെ സുധാകരൻ എതിർത്തതിനെ തുടർന്ന് അഡ്വക്കേറ്റ് പി ഇന്ദിരയ്ക്ക് കിഴുന്നതിലുള്ള ഡിവിഷനിൽ സ്ഥാനാർത്ഥിയാകാൻ സാധിച്ചില്ല. ഒടുവിൽ പയ്യാമ്പലത്ത് നേരത്തെ തന്നെ പ്രാദേശികമായിട്ടൊരു കോൺഗ്രസ് പ്രവർത്തകയെ സ്ഥാനാർത്ഥിയായിട്ട് നേതൃത്വം നിശ്ചയിച്ചിരുന്നു. അവർക്ക് നോമിനേഷൻ പേപ്പർ ഉൾപ്പെടെ നൽകുകയും ചെയ്തിരുന്നു. പക്ഷേ അവസാന ഘട്ടത്തിൽ കിഴുന്നതിൽ നിന്ന് ഒഴിവാക്കപ്പെട്ട ഇന്ദിരയെ പയ്യാമ്പലത്തെ അക്കോമഡേറ്റ് ചെയ്യുകയാണ് നേതൃത്വം ചെയ്തത്. ഇതിനെ തുടർന്ന് ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ട് അവിടെ KN ബിന്ദു സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയും അവരൊക്കെ തോൽപ്പിച്ചുകൊണ്ടാണ് 48 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ അഡ്വക്കേറ്റ് പി ഇന്ദിര മൂന്നാമതും കണ്ണൂർ കോർപ്പറേഷനിൽ കൗൺസിലറായി തെരഞ്ഞെടുക്കപ്പെട്ടത്. ഈ ഒരു ഘട്ടത്തിൽ നമുക്ക് ആലോചിക്കേണ്ട ഒരു കാര്യം, നിലവിൽ അവർ ഡെപ്യൂട്ടി മേയറാണ്. 2015 കൗൺസിൽ അംഗമായിരുന്നു. ഇങ്ങനെ ഉൾപ്പെടെയുള്ള ഭരണപരിചയം അഡ്വക്കേറ്റ് പി ഇന്ദിരക്കുണ്ട്. ഈ ഒരു ഘട്ടത്തിൽ UDFനെ കണ്ണും പൂട്ടി തന്നെ അവർക്ക് മേയർ പദവിയിലേക്ക് അഡ്വക്കേറ്റ് പി ഇന്ദിരയാണെന്ന് പറയാൻ പറ്റുമായിരുന്നു. പക്ഷേ അതിനകത്ത് ചില തർക്കങ്ങൾ നിലനിൽക്കുന്നതുകൊണ്ടാണ് ഇതുവരെ ആയിട്ടും ഇതിനകത്തൊരു പരസ്യ പ്രഖ്യാപനം വരാത്തത്. പലതരത്തിലുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്. പക്ഷെ പരസ്യമായിട്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള പ്രതികരണത്തിലേക്ക് നേതാക്കന്മാർ കടന്നിട്ടില്ല. KPCC മാർഗനിർദ്ദേശം താല്പര്യം ആർക്കൊപ്പമാണ്? സുധാകരൻ തന്നെ ആയിരിക്കില്ല ഈ വിഷയങ്ങളിലൊക്കെ അവസാനമാക്കും. സേഫു, കെ സുധാകരന്റെ ഒരു തീരുമാനം അതൊരു പ്രധാന ഘടകം തന്നെയാണ് കണ്ണൂർ കോർപ്പറേഷനെ സംബന്ധിച്ചിടത്തോളം. കാരണം കണ്ണൂർ കോർപ്പറേഷന്റെ തെരഞ്ഞെടുപ്പ് കാര്യങ്ങൾ നിശ്ചയിച്ചിരുന്നതും അതിനെ കോർഡിനേറ്റ് ചെയ്തിരുന്നതും കെ സുധാകരന്റെ നേതൃത്വത്തിൽ തന്നെയാണ്. അതുകൊണ്ട് കെ സുധാകരന്റെ തീരുമാനത്തിന് ഒരു വലിയ പ്രാധാന്യം ഈ കോർപ്പറേഷൻ മേയറെ നിശ്ചയിക്കുന്നതിലുണ്ട് എന്ന് തന്നെയാണ് UDF നേതൃത്വം പറയുന്നത്. പക്ഷേ സുധാകരൻ കൃത്യമായിട്ട് മനസ്സ് തുറന്നിട്ടില്ലെങ്കിലും ശ്രീജ മഠത്തിലിനൊപ്പമാണ് സുധാകരൻ എന്നുള്ള കാര്യങ്ങളാണ് പ്രചരിക്കുന്നത്. അതുപോലെ തന്നെ മഹിളാ കോൺഗ്രസിന്റെ സംസ്ഥാന നേതൃത്വവും ഈ പറയുന്ന ശ്രീജ മഠത്തിൽ എന്ന് പറയുന്ന കണ്ണൂർ ജില്ലയിലുള്ള മഹിളാ കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റിന് വേണ്ടി രംഗത്തിറങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് പുതിയതായി ലഭ്യമായിരിക്കുന്ന വിവരം. ഇതുകൊണ്ട് തന്നെയാണ് അഡ്വക്കേറ്റ് പി ഇന്ദിര ആണ് അല്ലെങ്കിൽ ശ്രീജ മഠത്തിലാണോ എന്നുള്ള കാര്യത്തിനകത്തൊരു തീരുമാനം ഇതുവരെ നേതൃത്വം പറയാത്തത്. ഇന്നലെ ഒരു വാർത്താ സമ്മേളനം മുൻ മേയറായിട്ടുള്ള TO മോഹനൻ നടത്തിയിരുന്നു. അതിനകത്ത് മോഹനൻ പറയുന്നത് 26 വരെ മേയറെ നിശ്ചയിക്കുന്നതിന് സമയമുണ്ടല്ലോ, അതിനിടയിൽ പ്രഖ്യാപിച്ചാൽ മതിയല്ലോ എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. ഏതായാലും ഇതിനകത്ത് ജില്ലാ കോൺഗ്രസ് നേതൃത്വം ഏതെങ്കിലും തീരുമാനം എടുക്കുമോ, അതല്ല KPCC നേതൃത്വം ഇടപെട്ട് എന്തെങ്കിലും തീരുമാനത്തിലേക്ക് എത്തുമോ എന്നുള്ളതാണ് ഇപ്പോൾ ഏറ്റവും കൗതുകമായിട്ടുള്ളത്. അതിനപ്പുറത്തേക്ക് കെ സുധാകരൻ ഇതിനകത്ത് ഏതെങ്കിലും തരത്തിലുള്ള ഒരു തീരുമാനമോ അദ്ദേഹത്തിന് ഏതെങ്കിലും ഒരു താല്പര്യമോ ഇതിനകത്ത് പരസ്യമായി അദ്ദേഹം പറയുമോ എന്നുള്ള കാര്യവും എനിക്ക് കണ്ടറിയണം. ഏതായാലും ഈ ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. 21-നാണ് പുതിയ അംഗങ്ങളുടെ സത്യപ്രതിജ്ഞ. അത് കഴിഞ്ഞ് 4 ദിവസം കഴിയുമ്പോഴേക്കെങ്കിലും ഈ മേയർ സ്ഥാനാർത്ഥി ആരെന്ന കാര്യത്തിനകത്തൊരു തീരുമാനം UDF പ്രഖ്യാപിക്കേണ്ടി വരും. ഇതിനകത്ത് മറ്റൊരു കാര്യമുള്ളത് ലീഗാണ്. ലീഗ് കഴിഞ്ഞ തവണ 18 ഡിവിഷനുകൾ മത്സരിച്ചിരുന്നു, 14 ജയിച്ചത്. ഇത്തവണ അവർക്ക് 17 ഡിവിഷനുകളിലാണ് സ്ഥാനാർത്ഥിയെ നിർത്തിയത്, 15 വിജയിക്കുകയും ചെയ്തു. 2 ടേം എന്നുള്ളതാണ് UDFൽ നേരത്തെ നിലനിന്നിരുന്ന ഒരു സിസ്റ്റം. അതിനകത്ത് ആദ്യ ടേം ഞങ്ങൾക്ക് മേയർ പദവി ലഭിക്കണമെന്നൊരു ആവശ്യം ലീഗ് മുന്നോട്ട് വെക്കുകയാണെങ്കിൽ അതും UDFിലൊരു തർക്കമായി വളർന്നു വരാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. സൈഫുദ്ദീൻ.